ഹായ് എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും വീണ്ടും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് എല്ലാ വീട്ടമ്മമാർക്കും ഒരുപാട് യൂസ്ഫുൾ ആയിട്ടുള്ള കുറച്ച് കിച്ചൺ ടിപ്സൊക്കെ ആയിട്ടാണ് കേട്ടോ ഞാൻ വന്നിട്ടുള്ളത്. അപ്പം ഈ ടിപ്സുകളൊക്കെ മിക്കവർക്കും തന്നെ അറിയായിരിക്കും. അറിയാൻ പാടില്ലാത്തവർ ഇതൊക്കെ ഒന്ന് ചെയ്ത് നോക്കൂ കേട്ടോ. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഫസ്റ്റ് ടിപ്പ് നമുക്ക് നോക്കാം. ഞാനിവിടെ കുറച്ച് കുടംപുളിയാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. അപ്പം ഇതുപോലെ നമ്മൾ കുടംപുളിയും വാളംപുളിയും ഒക്കെ നമ്മൾ സ്റ്റോർ ചെയ്ത് വെക്കാറുണ്ട്. കുറച്ച് കൂടുതലൊക്കെ വാങ്ങിച്ച് വെക്കാറുണ്ടല്ലേ. അപ്പോൾ അങ്ങനെ വെക്കുന്ന സമയത്ത് അത് പൂപ്പലോ ഒന്നും വരാതെ പുഴു ഒന്നും പിടിക്കാതിരിക്കാൻ വേണ്ടി നമുക്ക് ചെയ്യാൻ പറ്റുന്നൊരു ടിപ്പാണ്. നമ്മൾ ഏത് പാത്രത്തിലാണോ നമ്മളത് ഇട്ട് വെക്കുന്നത് അതിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കുക. ഞാനിവിടെ കല്ലുപ്പാണ് ഇട്ടിരിക്കുന്നത്. എന്നിട്ട് നമുക്ക് ഏത് പുളിയാണെങ്കിലും അതിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് അത് ഇട്ട് കൊടുത്തതിന് ശേഷം അതിൻ്റെ മുകളിൽ വീണ്ടും നമ്മൾ കുറച്ച് ഉപ്പിട്ട് കൊടുക്കുക. അങ്ങനെ നമ്മൾ ലെയറായിട്ട് ഇങ്ങനെ പുളി ഇട്ട് കൊടുക്കുക, അതിൻ്റെ മുകളിൽ ഉപ്പിട്ട് കൊടുക്കുക കേട്ടോ. എന്നിട്ട് നമ്മൾ അടച്ച് സൂക്ഷിക്കുകയാണെങ്കിൽ കേടൊന്നും വരാതെ എത്ര കാലം വേണേലും നമുക്ക് ഈ പുളി യൂസ് ചെയ്യാൻ പറ്റും കേട്ടോ. അതുപോലെ തന്നെ നമ്മൾ പുളിയൊക്കെ ഇട്ട് വെക്കുന്ന പാത്രം എപ്പോഴും ഇതുപോലുള്ള ഭരണി അല്ലെങ്കിൽ ഗ്ലാസിൻ്റെ ബോട്ടിൽ ഒക്കെ നമ്മൾ യൂസ് ചെയ്യുന്നതാണ് എപ്പോഴും നല്ലത്. പ്ലാസ്റ്റിക് നമ്മൾ ഉപയോഗിക്കാതിരിക്കുന്നതാണ് നല്ലത്. അപ്പം ഈ ഒരു രീതിയിൽ നമ്മൾ സൂക്ഷിച്ച് വെക്കുകയാണെങ്കിൽ നമ്മുടെ പുളിയൊന്നും കേടുകൂടാതെ എത്ര കാലം വേണമെങ്കിലും നമുക്ക് നല്ല ഫ്രഷായിട്ട് തന്നെ ഒരു കേടും കൂടാതെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. അപ്പം നല്ലൊരു ടിപ്പാണ്, എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഇനി നമുക്ക് അടുത്ത ടിപ്പ് നോക്കാം. നമ്മളെല്ലാവരും മുട്ടയൊക്കെ വാങ്ങിച്ച് ഫ്രിഡ്ജിൽ വെക്കാറുണ്ടല്ലേ. അപ്പോൾ അങ്ങനെ വെക്കുന്ന സമയത്ത് ചിലപ്പോൾ ഒരാഴ്ചയൊക്കെ കഴിയുമ്പോൾ ചിലപ്പോൾ നമ്മൾ എടുത്തില്ലെങ്കിൽ ചിലപ്പോൾ അത് ചീത്തയായി പോകാനുള്ളൊരു ചാൻസൊക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനെ വരാതിരിക്കാൻ വേണ്ടി നമ്മൾ മുട്ട വെക്കുന്ന സമയത്ത് ഇതുപോലെ മുട്ട തലകീഴായിട്ട് അതിൻ്റെ ആ ഒരു കൂർത്ത ഭാഗം ഉണ്ടല്ലോ അത് നമ്മളിങ്ങനെ താഴെ വരത്തക്ക രീതിയിലൊന്ന് കമഴ്ത്തി ഇങ്ങനെ വെക്കുകയാണെങ്കിൽ നമ്മുടെ മുട്ട കുറച്ച് ദിവസം കൂടുതൽ നമുക്ക് കേടുകൂടാതെ സൂക്ഷിച്ച് വെച്ചിട്ട് യൂസ് ചെയ്യാൻ പറ്റും. ഇനി നമുക്ക് അടുത്ത ടിപ്പ് നോക്കാം. നമ്മൾ ഇതുപോലെ പരിപ്പ് കടല ഒക്കെ വാങ്ങിച്ച് നമ്മൾ സ്റ്റോറൊക്കെ ചെയ്ത് വെക്കാറുണ്ട് ബോട്ടിലൊക്കെ അല്ലേ. അപ്പം അങ്ങനെ വെക്കുന്ന സമയത്ത് കുറച്ച് ദിവസം കഴിയുമ്പോൾ അതിനകത്ത് ചെള്ള്, വണ്ട്, അതുപോലെയുള്ള ഈച്ച, പ്രാണികളൊക്കെ കയറാനുള്ള ചാൻസ് ഉണ്ടല്ലേ. അപ്പോൾ അങ്ങനെ വരാതിരിക്കാൻ വേണ്ടി നമ്മൾ ഇതൊക്കെ ഇതുപോലെ ബോട്ടിലൊക്കെ ആക്കി വെക്കുന്ന സമയത്ത് തന്നെ നമുക്ക് അതിലേക്ക് നമ്മൾ 1-2 അല്ലി വെളുത്തുള്ളി ഒന്ന് ജസ്റ്റ് ഒന്ന് ചതച്ചിട്ട് നമ്മളതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഒരുപാട് ചതച്ചൊന്നും എടുക്കണ്ട, ജസ്റ്റ് ഒന്ന് ചതച്ചെടുത്താൽ മതി. എന്നിട്ട് നമ്മൾ ബോട്ടിലേക്ക് നമ്മൾ ഇട്ട് കൊടുത്തിട്ട് നമ്മൾ ഒന്ന് മിക്സ് ചെയ്തിട്ട് നമ്മൾ സ്റ്റോർ ചെയ്ത് വെക്കുകയാണെങ്കിൽ അതിനകത്ത് ചെള്ളോ വണ്ടോ അങ്ങനെയുള്ള ഈച്ചയോ പ്രാണിയോ ഒന്നും കയറാതെ നമുക്ക് നല്ല ഫ്രഷായിട്ട് തന്നെ സൂക്ഷിച്ച് വെച്ചിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും എത്ര നാൾ വേണേലും. അല്ലാതെ നമ്മൾ വെക്കുകയാണെങ്കിൽ അതിനകത്ത് എന്തെങ്കിലുമൊക്കെ പുഴുക്കളൊക്കെ കയറിയിട്ട് നമുക്ക് നമ്മുടെ പയറും പരിപ്പും കടലയൊക്കെ ചീത്തയായി പോകും. നമുക്കിതെല്ലാം പിന്നെ വേസ്റ്റാക്കി നമ്മൾ കളയേണ്ടി വരും. അപ്പോൾ ഈ ഒരു രീതിയിൽ നമ്മൾ ചെയ്യുകയാണെങ്കിൽ നമുക്ക് കുറേ നാൾ കേടുകൂടാതെ നമുക്ക് സൂക്ഷിച്ച് വെച്ചിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പം നല്ലൊരു ടിപ്പാണ്, ഇത് ട്രൈ ചെയ്ത് നോക്കണേ. ഇനി നമുക്ക് അടുത്ത ടിപ്പ് നോക്കാം. ഇത് ബിരിയാണി അരിയാണ്. നമ്മൾ മിക്കവരും തന്നെ ബിരിയാണി അരിയൊക്കെ വാങ്ങിച്ച് വെക്കാറുണ്ട്. അപ്പം അങ്ങനെ വെക്കുന്ന സമയത്ത് ചിലപ്പോൾ അതിനകത്ത് ഈച്ചയോ വണ്ടോ ഒക്കെ കയറാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അതില്ലാതിരിക്കാൻ വേണ്ടി ഇതുപോലെ കുറച്ച് ഗ്രാമ്പൂ നമ്മളിതിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ അടച്ച് വെച്ച് സൂക്ഷിക്കുകയാണെങ്കിൽ നമുക്ക് അതിനകത്ത് ചെള്ളോ വണ്ടോ ഒന്നും കയറാതെ അതുപോലെ അതിൻ്റെ ആ സ്മെല്ലൊന്നും നഷ്ടപ്പെടാതെ നല്ലൊരു ഫ്രഷ് സ്മെല്ലോടുകൂടി എപ്പോഴും നല്ല ഫ്രഷായിട്ട് തന്നെ നമുക്കിതെടുത്തിട്ട് യൂസ് ചെയ്യാൻ പറ്റും. അപ്പം ഇത് നല്ലൊരു ടിപ്പാണ്, എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഇനി നമുക്ക് അടുത്ത ടിപ്പ് നോക്കാം. ഞാനിവിടെ മുളക് പൊടിയാണ് എടുത്തിരിക്കുന്നത്. ഇത് നമ്മൾ മുളകൊക്കെ വാങ്ങിച്ച് കൂടുതലൊക്കെ പൊടിച്ച് ഇങ്ങനെ സൂക്ഷിച്ച് വെക്കുന്ന സമയത്ത് ചിലപ്പോൾ അത് കട്ട കെട്ടിപ്പോവും, അല്ലെങ്കിൽ ചിലപ്പോൾ പൂപ്പലൊക്കെ വരാനുള്ളൊരു ചാൻസ് ഉണ്ട്. ചിലപ്പോൾ മഴക്കാലമൊക്കെ ആകുമ്പോൾ പെട്ടെന്നൊക്കെ ഇത് പൂത്ത് പോകാനുള്ളൊരു ചാൻസ് ഉണ്ട്. അപ്പോൾ അങ്ങനെ വരാതിരിക്കാൻ വേണ്ടി നമ്മളൊക്കെ വീട്ടിൽ കായം ഉണ്ടാവുമല്ലോ, അപ്പോൾ കുറച്ച് കായപ്പൊടി അതിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇതിപ്പം കുറച്ച് കൂടുതൽ മുളക് പൊടിയുണ്ട്. അപ്പം കുറച്ച് നമ്മൾ ചെറിയ ബോട്ടിലൊക്കെയാണ് സൂക്ഷിക്കുന്നെങ്കിൽ നമുക്ക് ഈ ഒരു ടിപ്പ് തന്നെ നമുക്ക് ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പോൾ അത് പൂത്തൊന്നും പോകാതെ കട്ട കെട്ടി പോകാതെ കുറേ നാൾ ഫ്രഷായിട്ട് വെച്ച് തന്നെ നമുക്ക് എത്ര കാലം വേണമെങ്കിലും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഇനി നമുക്ക് അടുത്ത ടിപ്പ് നോക്കാം. ഇത് ഗോതമ്പ് പൊടിയാണ്. അപ്പം ഗോതമ്പ് പൊടി ആയാലും അരിപ്പൊടി ആയാലും നമ്മൾ സൂക്ഷിക്കുന്ന സമയത്ത് അതിലേക്ക് കുറച്ച് ഉപ്പ് ഇതുപോലെ ഒന്ന് ജസ്റ്റ് ഇട്ട് കൊടുക്കുക കേട്ടോ. കുറച്ചിട്ട് കൊടുത്താൽ മതി. എന്നിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് നമ്മൾ വെക്കുകയാണെങ്കിൽ പൂത്തു പോകാതെയും അതുപോലെ കട്ട കുത്തി പോകാതെ ഈച്ചയോ പ്രാണിയോ ഒന്നും അതിൻ്റെ ഉള്ളിലേക്ക് കിടക്കത്തില്ല കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മൾ ഉപ്പിട്ട് നമ്മൾ സൂക്ഷിക്കുകയാണെങ്കിൽ നല്ല ഫ്രഷായിട്ട് തന്നെ എപ്പോഴും നമ്മുടെ പൊടികളൊക്കെ നമുക്ക് സൂക്ഷിക്കാൻ പറ്റും. ഇത് നല്ലൊരു ടിപ്പാണ്, എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഇനി നമുക്ക് അടുത്ത ടിപ്പ് നോക്കാം.
നമ്മൾ ബിസ്ക്കറ്റൊക്കെ വാങ്ങിക്കാറുണ്ടല്ലേ, വാങ്ങിച്ചിട്ട് ചിലപ്പോൾ അതിനകത്ത് നമ്മൾ 1, 2, 3 ഒക്കെ എടുത്തിട്ട് ബാക്കി വരുന്നതൊക്കെ നമ്മൾ ഇതുപോലെ ബാലൻസ് വരുന്നതൊക്കെ പാത്രത്തിലിട്ട് വെക്കും. അപ്പോൾ നമ്മൾ പിറ്റേ ദിവസം എടുക്കുമ്പോൾ ചിലപ്പോൾ അത് തണുത്തൊക്കെ പോകും, പിന്നെ നമുക്ക് ആ ബിസ്ക്കറ്റ് കഴിക്കാൻ പറ്റത്തില്ല. അപ്പോൾ അങ്ങനെ വരാതിരിക്കാൻ വേണ്ടി നമ്മളിത് പൊട്ടിച്ച് ഇതുപോലെ പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ അതിലേക്ക് കുറച്ച് പഞ്ചസാര നമ്മൾ ഇട്ട് കൊടുക്കുക കേട്ടോ. അതിനകത്ത് ഫുള്ളായിട്ടൊന്ന് ഇങ്ങനെ വെതറി കൊടുക്കുക, എല്ലാ ഭാഗത്തും ആകുന്ന രീതിയിൽ പഞ്ചസാര ഇട്ട് കൊടുത്തതിന് ശേഷം ഒന്ന് മിക്സ് ചെയ്തിട്ട് നമ്മളിത് അടച്ച് സൂക്ഷിച്ച് വെക്കുകയാണെങ്കിൽ നമുക്ക് എപ്പോൾ എടുത്താലും നമ്മൾ ബിസ്ക്കറ്റ് എപ്പോഴും നല്ല ഫ്രഷായിട്ട് തന്നെ നമ്മൾ കടയിൽ നിന്ന് വാങ്ങിച്ച പോലെ തന്നെ ഫ്രഷായിട്ട് തന്നെ എപ്പോഴും നമുക്ക് ബിസ്ക്കറ്റ് സൂക്ഷിച്ച് വെച്ചിട്ട് യൂസ് ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പോൾ നമ്മുടെ ബിസ്ക്കറ്റ് തണുത്തൊന്നും പോകാതെ എപ്പോഴും ഫ്രഷായിട്ട് തന്നെ ഇരിക്കും. അപ്പോൾ നല്ലൊരു ടിപ്പാണിത്, ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. ഇനി നമുക്ക് അടുത്ത ടിപ്പ് നോക്കാം. ഇതുപോലെ ക്യാരറ്റും ബീട്രൂട്ടൊക്കെ നമ്മൾ വാങ്ങിക്കുന്ന സമയത്ത് ചിലപ്പോൾ നമ്മൾ ഫ്രിഡ്ജിലൊക്കെ വെക്കുമ്പോൾ അത് അഴുകി പോകാനുള്ളൊരു ചാൻസ് ഉണ്ട് അല്ലേ. അപ്പോൾ അങ്ങനെ വരാതിരിക്കാൻ വേണ്ടി നമ്മൾ ഈ ക്യാരറ്റായാലും ബീട്രൂട്ടായാലും ഒക്കെ നമുക്ക് ഇതുപോലെ അത് ഫുള്ള് നിറഞ്ഞു നിൽക്കുന്ന രീതിയിലുള്ളൊരു പാത്രം എടുത്തിട്ട് അതിനകത്തേക്ക് നമുക്കിത് ഫുള്ള് വെച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിവിടെ ക്യാരറ്റ് എടുത്തിരിക്കുന്നത്, അപ്പോൾ അത് ഫുള്ള് ഇതുപോലെ ഒരു പാത്രത്തിൽ ഞാൻ വെച്ച് കൊടുക്കുന്നുണ്ട്. നിങ്ങളുടെ കയ്യിൽ ഏത് പാത്രമാണോ ഉള്ളത് അതിലേക്ക് ഇതുപോലെ വെച്ച് കൊടുക്കാം കേട്ടോ. എന്നിട്ട് അത് ഫുള്ള് നിറഞ്ഞു നിൽക്കുന്ന രീതിയിൽ നമുക്ക് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ അത് നിറഞ്ഞു നിൽക്കുന്ന രീതിയിലുള്ള വെള്ളം വേണം നമ്മൾ ഒഴിക്കാൻ. ഫുള്ള് ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമ്മളിത് അടച്ചിട്ട് ഫ്രിഡ്ജിൽ സൂക്ഷിക്കുകയാണെങ്കിൽ എത്ര നാൾ വേണേലും നമ്മുടെ ഈ ഒരു ക്യാരറ്റ് ആയാലും ബീട്രൂട്ട് ആയാലും അതുപോലെ ഇഞ്ചിയൊക്കെ ഉണ്ടല്ലോ, അപ്പോൾ ഇഞ്ചിയും നമുക്ക് ഇതുപോലെ സൂക്ഷിക്കാവുന്നതാണ്. ഇതുപോലെ സൂക്ഷിക്കുകയാണെങ്കിൽ ഫ്രിഡ്ജിൽ വെക്കുകയാണെങ്കിൽ എത്ര കാലം വേണേലും നമുക്കിത് ഫ്രഷായിട്ട് തന്നെ ചീഞ്ഞൊന്നും പോകാതെ അഴുകി പോകാതെ നമുക്ക് സൂക്ഷിച്ച് വെച്ചിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പം നല്ലൊരു ടിപ്പാണ്, ട്രൈ ചെയ്ത് നോക്കണേ. ഇനി നമുക്ക് അടുത്ത ടിപ്പ് കണ്ടാലോ. അപ്പോൾ ഇതിപ്പം വെളിച്ചെണ്ണയാണ് എടുത്തിരിക്കുന്നത്. വെളിച്ചെണ്ണ ആയാലും എന്ത് ഓയിലാണെങ്കിലും നമ്മൾ കുറച്ച് ദിവസം വെച്ച് കഴിയുമ്പോഴത്തേന് കൂടുതലൊക്കെ വാങ്ങിച്ച് വെക്കുന്ന സമയത്ത് ചിലപ്പോൾ ഒരു കനച്ച ഒരു മണവും ചൊവയൊക്കെ വരാനുള്ളൊരു ചാൻസ് ഉണ്ട്. അപ്പോൾ ആ കനപ്പ് മണം ഇല്ലാതിരിക്കാൻ വേണ്ടി ഒരല്പം ഉപ്പെടുക്കുക, എന്നിട്ട് നമുക്ക് നമ്മുടെ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. ഒരുപാടൊന്നും ഇടണ്ട, കുറച്ചിട്ടാൽ മതി. ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മളിത് അടച്ച് സൂക്ഷിക്കുകയാണെങ്കിൽ നമ്മുടെ എണ്ണയ്ക്ക് യാതൊരു സ്മെല്ലോ കനപ്പ് മണമോ അങ്ങനെ ഒന്നും ഉണ്ടാകത്തില്ല. എണ്ണയൊന്നും ചീത്തയാവും പോവാതെ കുറേ നാൾ നമുക്ക് എണ്ണയൊക്കെ വെച്ചിട്ട് നമുക്ക് ഫ്രഷായിട്ട് തന്നെ യൂസ് ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പം നല്ലൊരു ടിപ്പാണ്, ഈസിയായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ടിപ്പുകളാണ് കേട്ടോ. ഞാൻ കാണിച്ചതല്ല, എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അപ്പം ഈ ടിപ്പുകളൊക്കെ അറിയാവുന്നവരുണ്ടാവും, അറിയാൻ പാടില്ലാത്തവരൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ. ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക. ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് കൂടി ചെയ്യണം കേട്ടോ. താങ്ക്